ഇത് കറങ്ങുമല്ലേ സംഭവം? ഇത് രണ്ടു ഗുണമുണ്ട്. ഒന്ന് നമുക്ക് ആഹാരം കൊടുക്കുമ്പോ കുട്ടിയെ ഇങ്ങനെ തിരിച്ച് രണ്ട് നമുക്ക് വ്യൂ ആണ്, അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. ഇപ്പുറത്താണ് ആള് കൂടുതലെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ടിരിക്കാം. അപ്പുറത്താണ് ആള് കൂടുതലെങ്കിൽ അപ്പുറത്ത് അങ്ങനെ ഇരിക്കാം. രണ്ടിനും അങ്ങനെ ചെയ്തു. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. ഈ ഒരു സംഭവം അടുത്ത് വേറെന്തോ പുതിയ പരിപാടിയാണ്. ഇത് എന്താണ് സംഭവം? അല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൊബൈലിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കർട്ടൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി അപ്പൊ ഒരു വ്യൂ കിട്ടുകയും ചെയ്യും. ദാറ്റ്സ് വെരി നൈസ് ടോ. കാര്യം ഹൈറ്റ് ആവുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഈ വുഡ് ഇപ്പം ഇതിപ്പോ വുഡിന്റെ സ്റ്റെയർസ് ആണല്ലോ, അപ്പൊ അത് നമ്മളുടെ ഈ ഗ്രീനറി അതിന്റെ മാച്ച് വുഡ് മാക്സിമം കുറച്ചേക്കുവാണ്. ഞങ്ങളുടെ പഴയ വീട്ടിൽ ഫുൾ വുഡാണ്. ഇവിടെ നമുക്ക് വളരെ വുഡ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് തന്നെ ഇവിടെ വേറൊരു ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, നല്ല മഴയുണ്ട്. ഈ ഒരു കാര്യം ചോദിച്ചിട്ട് പൊതുവെ ഇപ്പം പറഞ്ഞു സെൻസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ബട്ട് പൊതുവെ നമുക്ക് ഗ്ലാസ് ഉള്ള വീടുകൾ കാണുമ്പോൾ ഒരു കൺഫ്യൂഷനാ. ഇത് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഇത് ആക്ച്വലി നല്ല അടിച്ചാലും പൊട്ടില്ല, വളരെ കട്ടിയുള്ള ഗ്ലാസ് ആണ്. പിന്നെ അത് ആക്ച്വലി നമ്മുടെ സ്റ്റീലിന്റെ അത്രയും തന്നെ വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയാം. പാടാണ് ഇത് പൊട്ടില്ല. ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്, സെലക്ട് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് എയറും വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷൻ ഉള്ളത് ഇനി മെയിൻ റൂമിലേക്ക് കയറാം. ഡാനിഷ് ഡോക്ടറിന്റെയും റൈസ ഡോക്ടറിന്റെയും റൂമാണ്. റൈസ ഡോക്ടറിന്റെ സംസാരം കേൾക്കുന്നില്ല. ഹലോ, സംസാരിക്കാൻ ഞങ്ങള് ഗ്യാപ്പ് വരുന്നില്ല. ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എനിക്ക് അടുത്ത ആഴ്ച ആവുകയാണ്. അപ്പം അഡ്വാൻസ്ഡ് ആനിവേഴ്സറി അപ്പൊ അന്ന് തൊട്ട് ഉള്ളതാണ് ഈ കട്ടില്. അതുപോലെ മറ്റേ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അതും ഫാദറിന്റെ ഡിസൈൻ. അത് തുണി വെക്കാനായിട്ടുള്ള എല്ലാ റൂമിലും ഉണ്ട്. കറക്റ്റ് ആയിട്ട് സുഖമായിട്ട് ഹാങ് ചെയ്തിടാം അല്ലെ. നമ്മള് മറ്റേത് യൂഷ്വലി ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാറിൽ ഉള്ളതല്ലേ. അവർക്ക് രണ്ടുപേർക്കും മറ്റേ വല്ലപ്പോഴും വരുന്നുള്ളൂ അല്ലേ. നമ്മള് നേരത്തെ പറഞ്ഞ സംഭവം ഭയങ്കര രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് ഈ സ്കൈ വ്യൂ. അത് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ മഴ പെയ്യും കൂടെ ചെയ്യും കേട്ടോ. ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ മഴയുള്ള ടൈമാണ്, നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. പുറത്തും നല്ല രസമാണ് ഇപ്പൊ കാണാൻ. അയ്യോ, അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു നമ്മള് വീട്ടിൽ നിന്ന് മുകളിൽ മഴ പെയ്യുന്ന കാണാൻ പറ്റുന്നുള്ളതേ, കാറിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീല്. അപ്പൊ നമുക്ക് അടുത്ത റൂംസ് എനിക്ക് ബ്രദേഴ്സിന്റെ റൂംസ് ആണ് തോന്നുന്നത് അല്ലെ. ഓക്കെ, 2 റൂമുണ്ട്. ഏത് റൂമിൽ കയറണം ആദ്യം? ഇത് ആരുടെ? ഏത് ബ്രദറിന്റെ? ഇത് ബാസിൽ. ഹായ്, ഇതെന്താ ഒരു തലയാണ്? ബാക്കി എല്ലായിടത്തും മൊത്തം തലയാണല്ലോ. അല്ല, ആക്ച്വലി ഒരു തലാണ് അപ്പുറത്തുണ്ട്. പക്ഷെ അതല്ല, പുള്ളി എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാളല്ലേ ഉള്ളോ, ഒരു തലാണ് മതി. 2 ആകുമ്പോ 2 തലാണ്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല. ഞാൻ അതിന്റെ ടോട്ടലി നിഷേധിക്കുന്നു എന്നൊക്കെ. ഓക്കെ, പക്ഷെ ഒരു സെക്കൻഡ്, സോറി, പെട്ടെന്ന് എനിക്ക് വന്ന് കേറി ഇങ്ങോട്ട് നോക്കിയതും എന്റെ മൊത്തത്തിലുള്ള